നിറയെ സ്നേഹവും ഇത്തിരി തീറ്റക്കഥകളും കുറച്ച് യാത്രകളും പിന്നെ ജീവിതവുമായി ജിപ്സീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആഫ്റ്റർ എ ലോങ് ടൈം, യെസ്, ഐ തിങ്ക് ഒരു 4 മാസത്തിന് ശേഷമാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. ആൻഡ് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ വീഡിയോ ചെയ്തിട്ടൊരു 1.5 മാസത്തോളമായി. ഷോർട്സും വീഡിയോസും ഒന്നും ചെയ്യാതെ ഒരു 1.5 മാസത്തോളമായി. അപ്പോൾ എൻ്റെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് 493 ആയിരുന്നു, 493 ആയിരുന്നു. അപ്പോൾ ഞാൻ ഒന്നും ഇടാതെ, ഒരു അപ്ഡേഷൻസും ഇല്ലാതെ, ഒരു വീഡിയോസും ഇല്ലാതെ ഈ 1.5 മാസത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് 534 അപ്പോൾ ആ ഒരു 41 പേര് എൻ്റെ അടുത്തുനിന്ന്, സാധാരണഗതിയിൽ നമ്മളൊരു വീഡിയോ അപ്ലോഡാക്കി, ഒരു ഷോർട്സ് അപ്ലോഡാക്കി അതിനുശേഷം സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടാറുണ്ട്. അതൊരു പുതിയ കാര്യമല്ല. പക്ഷേ ഒന്നും അപ്ഡേറ്റ് ചെയ്യാതിരുന്നിട്ട് 41 സബ്സ്ക്രൈബേഴ്സ് കൂടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. എന്നെ കേൾക്കുന്നവരോട്, കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരോട്. ലൈക്ക് ഞാൻ ഈ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞൊരു സംഭവം ഞാൻ തുടങ്ങിയത് ഒരിക്കലും ഒരു കാശുണ്ടാക്കാനോ ഫെയിം ഉണ്ടാക്കാനോ ഒന്നും വേണ്ടിയിട്ടല്ല. എൻ്റെ മനസ്സിൽ തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ എന്നെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരുടെ അടുത്ത് പറയുക, അത്രയേ ഉള്ളൂ. അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക. അത് മാത്രമായിരുന്നു എൻ്റെ ഒരു കോൺസെപ്റ്റ്, ഈ ചാനലിന് പിന്നിലൊരു കോൺസെപ്റ്റ്. അതായത് ഫ്രീ ടൈം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക, എന്തിനേയും ഒരു മെമ്മറി ആക്കി മാറ്റുക. ഇതൊക്കെയായിരുന്നു ഇതിൻ്റെ പിന്നിലുള്ളൊരു മോട്ടീവ്സ് എന്ന് പറയുന്നത്. പക്ഷേ അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അങ്ങനെ ഒരു പെട്ടെന്നൊരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. താങ്ക് യു സോ മച്ച്. എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരോട് ഇനിയും സപ്പോർട്ട് ചെയ്യുക. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് പോസിറ്റിവിറ്റി തരാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ ഉദ്ദേശിച്ച ഒരു കണ്ടൻറ്റ് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, കഴിഞ്ഞ ഒരു 1-2 മാസങ്ങളായിട്ട് നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയാസ് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റുന്ന ഒരു 2 കല്യാണങ്ങളുണ്ട്. ഒന്ന് വരാൻ പോകുന്ന കല്യാണം, ഒന്ന് കഴിഞ്ഞ കല്യാണം. ഞാൻ പറയുന്നത് അംബാനിയുടെ കല്യാണത്തെക്കുറിച്ചൊന്നും അല്ല കേട്ടോ. അത് അവരുടെ സന്തോഷം, അവർ നല്ല രീതിയിൽ ജീവിക്കട്ടെ, അത്രയേ ഉള്ളൂ. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഒന്ന് നിങ്ങൾക്കറിയാം, നമ്മളുടെ മലയാള സിനിമാ നടി മീരാനന്ദൻ്റെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് ആ ആളുടെ, അതായത് മീരാനന്ദൻ്റെ ഭർത്താവിനെ വളരെ മോശം രീതിയിലുള്ള കമൻറ്റുകളൊക്കെ കണ്ടു. ഇതെന്താ ബംഗാളിയുടെ ഷേപ്പാണോ, മൂക്ക് എന്താ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര മോശമായിട്ടുള്ള കമൻറ്റുകൾ വന്നു. അപ്പോൾ അത് വായിക്കുന്ന സമയത്ത്, ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് തമിഴ്നാട്ടിലാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇവിടെ ഞാൻ ചില സമയത്ത് സോഷ്യൽ സയൻസ് ഹാൻഡിൽ ചെയ്യാറുണ്ട്. 10th സോഷ്യൽ സയൻസ് എടുക്കുന്ന സമയത്ത്, ചില സമയത്തല്ല, 10th സോഷ്യൽ സയൻസ് എടുക്കാറുണ്ട്, 9th സോഷ്യൽ സയൻസ് എടുക്കാറുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ ലിറ്ററസി റേറ്റിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കുമ്പോൾ ഭയങ്കര പ്രൗഡായിട്ട് പറയും, കേരള ഈസ് ഇൻ ദ ഫസ്റ്റ് പൊസിഷൻ ഫോർ ലിറ്ററസി എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തടേ പ്രബുദ്ധ മലയാളി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണോ ഒരു കുട്ടി അയാളുടെ പ്രണയം, അയാൾക്ക് ഇഷ്ടപ്പെട്ട ആളെ തിരഞ്ഞെടുക്കുന്നു? അതിൽ ഈ സൗന്ദര്യം എന്ന് പറയുന്നത്, നമ്മൾ കാണുന്നവൻ്റെ കണ്ണിൽ ആ സൗന്ദര്യം, അതിനെ ഈ പണ്ട് കാലം തൊട്ട് കുറേ ആൾക്കാർ എന്തൊക്കെയോ എഴുതിയും പെടുത്തും ഒക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം അങ്ങനെ ഇരുന്നാലേ സൗന്ദര്യമാകൂ, അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഒരാളെ ഭയങ്കര സൗന്ദര്യമുള്ള ഒരാളായിട്ട് തോന്നിയാൽ അതാണ് സൗന്ദര്യം എന്ന് പറയുന്നത്. ആ കുട്ടിയാണ് ജീവിക്കേണ്ടത്. പിന്നെ ഈ സൗന്ദര്യം പുഴുങ്ങി തിന്നാൽ ജീവിക്കാൻ പറ്റത്തില്ല. ദാറ്റ് ഈസ് എ റിയാലിറ്റി. അപ്പോൾ നമ്മൾ ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ആളാണ്, ആ കുട്ടിയാണ് ജീവിക്കേണ്ടത്. ആ ആളുടെ മുഖത്ത് നിന്ന് തന്നെ നമുക്ക് ആ ഒരു സന്തോഷം അറിയാം. ആ കുട്ടി ഡിസൈഡ് ചെയ്തു, അത് എന്തിൻ്റെ പേരിലായിക്കോട്ടെ, അത് പണമോ പ്രശസ്തിയോ എന്തിൻ്റെ പേരിലും ആയിക്കോട്ടെ, അവർ തമ്മിൽ മാച്ചായി പോകും എന്ന് അവർക്ക് തോന്നിയത് കൊണ്ടായിരിക്കില്ലേ അവരങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അതിൻ്റെ അകത്ത് പോയിട്ട് നമ്മൾ ഈ അഭിപ്രായം പറയുന്നത് ഭയങ്കര ചീപ്പായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ആസ് എ ടീച്ചർ എന്ന നിലയിൽ നമ്മളിങ്ങനെ കേരളത്തിൻ്റെ സാക്ഷരതയെക്കുറിച്ചൊക്കെ ഘോരം പ്രസംഗിക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക, ഷെയിമായിട്ട് ഫീൽ ചെയ്യും. നമ്മൾ ഇത്രയും വലിയ പുകഴ്ത്തി പറയുന്ന നാട്ടിലെ ആൾക്കാരാണോ ഇങ്ങനെ പോയിട്ട് കമൻ്റ് ഇടുന്നതെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഷെയിമായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയെങ്കിലും വന്നെങ്കിൽ അത് മായ്ച്ച് കളയുക. നമ്മൾ കാണുന്നതല്ല ജോഡി, അല്ലെങ്കിൽ അവർ മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണ്, അവർ ഭയങ്കര അടിപൊളി കപ്പിളാണ്, അങ്ങനെയൊന്നും പറയുന്നതിലല്ല. അവർക്ക് രണ്ടുപേർക്കും അവർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ലവ്, ദാറ്റ്സ് ലൈഫ്. അപ്പോൾ ലിവ് ആൻഡ് ലെറ്റ് ദം ലിവ്. ഓക്കെ, അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ മലയാളം സിനിമ ആക്ടർ
കൃഷ്ണകുമാർ നമുക്കറിയാം. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അതേപോലെ ആ 4 പെൺമക്കളും ഒക്കെ അവർ ഭയങ്കരമായിട്ട് നമ്മൾ മലയാളികളുടെ ജീവിതവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആളുകളാണ്. അവരുടെ വീഡിയോസൊക്കെ ഒരുപാട് പോസിറ്റിവിറ്റി തരുന്ന വീഡിയോസൊക്കെ അവർ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു നമ്മൾ OC എന്ന് വിളിക്കുന്ന ഒരു കുട്ടി ദിയ കൃഷ്ണ, ഐ തിങ്ക് ദാറ്റ്സ് ദ നെയിം ഓഫ് ഹർ. അപ്പോൾ ദിയ കൃഷ്ണ വിവാഹം കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ദിയ കൃഷ്ണയ്ക്ക് മുമ്പ് ഒരു അഫെയർ ഉണ്ടായിരുന്നു, അത് വേണ്ടാന്ന് വെച്ചിട്ട് പുതിയ അഫെയറിലേക്ക് മാറി, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ചീപ്പായിട്ട് അവരുടെ പേഴ്സണൽ ലൈഫിൽ പോയിട്ട് ഇടപെടുക. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരു വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ പ്രണയം എന്ന് പറയുന്നതുണ്ടല്ലോ, 2 വ്യക്തികളുടെ ഇടയിലാണ് തോന്നുന്നത്. ഒരിക്കലും എനിക്കിപ്പോൾ ഒരാളോട് പ്രണയം തോന്നിയാൽ ഞാൻ വന്നിട്ട് എനിക്ക് അയാളോട് പ്രണയം തോന്നി ഞാൻ പോയി പറയട്ടെ എന്ന് നിങ്ങളോട് അനുവാദം ചോദിച്ചിട്ടല്ല പറയുക. എനിക്ക് ഒരാളോട് പ്രണയം തോന്നിയാൽ ഒബ്വിയസ്ലി ഞാൻ അയാളുടെ അടുത്ത് പോയി പറയും. അതിന് ഒരു സൊസൈറ്റിയുടെയും ഒരു അനുവാദവും വാങ്ങിക്കാതെയാണ് നമ്മൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഈ 2 പേര് പ്രണയത്തിലായതുപോലെ തന്നെ അവർക്ക് പ്രണയത്തിൽ നിന്ന് പിൻവാങ്ങാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ പ്രണയത്തെ അക്സെപ്റ്റ് ചെയ്യുന്ന സമൂഹം പ്രണയത്തിൻ്റെ പരാജയങ്ങളെയും അല്ലെങ്കിൽ പ്രണയത്തിൽ തുടരാൻ സാധിക്കില്ല എന്നൊരാളെടുക്കുന്ന തീരുമാനത്തെയും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അതിനു പകരം അവർ തേപ്പാണ്, വാർപ്പാണ്, അവരുടെ ചിന്തകൾ വേറെയായിരുന്നു, അവർ എന്തൊക്കെയോ മോട്ടീവ് വെച്ചിട്ട് പ്രണയിച്ചതാണ്, അങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യം എന്താണ്? അത് നമുക്കറിയില്ല. ഈ പ്രണയം എന്ന് പറയുന്നത് ആ 2 വ്യക്തികൾക്ക് മാത്രം അറിയുന്ന കാര്യമാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് അവരത് വേണ്ടാന്ന് വെച്ചത്, അത് പറഞ്ഞ ഈ കുട്ടിക്കും അതിൻ്റെ ആ പ്രണയിച്ച ആൾക്കും മാത്രമേ അറിയുള്ളൂ. അതിനകത്ത് പോയിട്ട് നമ്മൾ അഭിപ്രായം പറയുമ്പോൾ അതിന് നമുക്ക് എന്ത് അർഹതയാണുള്ളത്? പിന്നെ പുതിയ ഒരാളെ തിരഞ്ഞെടുക്കുക, അതും ആ കുട്ടിയുടെ ഇഷ്ടമാണ്, ആ കുട്ടിയുടെ ജീവിതമാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്നല്ല, ഞാൻ ഈ പറഞ്ഞ ആൾക്കാരെ കുറിച്ചിട്ട് പറയുകയാണ്, നമ്മൾ എപ്പോഴും ഓർമ്മയിൽ വെക്കേണ്ട ഒരു കാര്യമാണ്. പ്രണയം എന്നത് എപ്പോഴും 2 പേരുടെ ഇടയിൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. അത് സക്സസ് ആവാതിരിക്കാം. ചിലപ്പോൾ നമ്മൾ സഡനായിട്ട് 10 വർഷം പ്രണയിച്ചവരാണ്, അവർക്ക് എന്താണ് പറ്റിയത്, എന്തുകൊണ്ടാണ് പിരിഞ്ഞത്, നമുക്കത് ചോദിക്കാനുള്ള അർഹതയില്ല. കാരണം ആ 2 വ്യക്തികൾ ഓക്കെ 10 വർഷം കണ്ട ആളായിരിക്കില്ല പിന്നെ അങ്ങോട്ട് കാണുന്നത്. അപ്പോൾ പ്രണയിക്കാൻ തീരുമാനമെടുത്തതും അവരാണ്, പ്രണയം ഇനി തുടരണ്ട എന്ന് തീരുമാനമെടുക്കുന്നതും അവരാണ്. അതിൻ്റെ ഇടയിൽ കയറി പോയിട്ട് അഭിപ്രായം പറയാൻ എനിക്കും ഒരു അധികാരവും ഇല്ല, നിങ്ങൾക്കും ഒരു അധികാരവും ഇല്ല. അതുകൊണ്ട് ചുറ്റുമുള്ളവരെയൊക്കെ സ്നേഹിച്ച് മറ്റുള്ളവരുടെ ജീവിതത്തിൽ അനാവശ്യമായിട്ട് കടന്നു കയറാതെ നമുക്ക് ഈ ലോകത്ത് ചെയ്തു തീർക്കാൻ എന്തുമാത്രം കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഇവരെയൊക്കെ വിമർശിച്ചാലും ഇല്ലെങ്കിലും ഇവരൊക്കെ നല്ല രീതിയിൽ ജീവിക്കും, അവർക്കൊക്കെ ജീവിതത്തിൽ നല്ലത് മാത്രം വരും. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പോയി അനാവശ്യമായിട്ട് അഭിപ്രായം പറയാതെ ആ സമയത്ത് നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഗ്രോത്ത് ആൻഡ് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. എന്തിനാണ് വെറുതെ സമയം കളയുന്നത്, എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാനായി കിടക്കണേ. അതുകൊണ്ട് ആ സമയത്ത് നമുക്കെന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ എങ്ങനെ നമുക്ക് ബെറ്ററായിട്ട് മാറ്റാൻ പറ്റും എന്ന് ചിന്തിക്കുക. പിന്നെ ഒരു കാര്യം, ഏതൊരു ബന്ധത്തിനും നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സ്നേഹവും സന്തോഷവും സമാധാനവും ഒരു പരസ്പരം വളർച്ചയും പിന്തുണയും ഒക്കെയാണ്. അത് ആ ബന്ധത്തിൽ നിന്ന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോരണം. അത് എത്ര പ്രണയമായിക്കോട്ടെ, സൗഹൃദമായിക്കോട്ടെ, ദാമ്പത്യമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, നമുക്ക് നമ്മളുടേതായ ഒരു സന്തോഷം, നമുക്കൊരു ബന്ധത്തിന് ഒരു സന്തോഷം തരാൻ പറ്റുന്നില്ല, നമുക്കൊരു സമാധാനമില്ല, ആ ഒരു ബന്ധം കൊണ്ട് നമുക്കൊരു സമാധാനമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ തുടരരുത്, അവിടെ നിന്ന് ഇറങ്ങിപ്പോരണം. ഓക്കെ, അതുകൊണ്ട് അത്രയും പറയണമെന്നുണ്ടായിരുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച്. ഇപ്പോൾ തരുന്ന സപ്പോർട്ടൊക്കെ ഇനിയും തരിക. പിന്നെന്താണ്, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. പിന്നെ ഒരുപാട് പേര് തമിഴ്നാട് ടീച്ചർ വേക്കൻസീസിനെ കുറിച്ചിട്ട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഓൾറെഡി അക്കാഡമിക് ഇയർ സ്റ്റാർട്ടായി, ജൂലൈ ആയി, ഓൾറെഡി ജൂലൈ തീരാറാവുന്നു. അപ്പോൾ അക്കാഡമിക് ഇയർ സ്റ്റാർട്ടായി, അതുകൊണ്ട് തന്നെ വേക്കൻസീസൊക്കെ ഇപ്പോൾ അധികം അങ്ങനെ ഒന്നും വരാറില്ല. ഞാൻ കണ്ടിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ എന്നോട് എൻക്വയറീസ് വന്നവർക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക, പ്രശ്നങ്ങളെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാതെ ഇരിക്കുക. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇഫ് ദർ ഇസ് എ പ്രോബ്ലം obviously there is a solution. If there is no solution, then no need to think about that problem. Okay, ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ട്. ഇനിയിപ്പോൾ പരിഹാരം ഇല്ലാത്തൊരു പ്രശ്നത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നത് എന്തിനാണ്? അതുകൊണ്ട് എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക, ചുറ്റുമുള്ളവരുടെ കൂടെ ഹാപ്പി ആയിട്ടിരിക്കുക. ആൻഡ് നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ വളർച്ചയ്ക്ക് വേണ്ടി, നമ്മുടെ മാതാപിതാക്കളുടെ സന്തോഷത്തിന് വേണ്ടി, അവരുടെ മുഖത്തെ പുഞ്ചിരിക്ക് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, സീ യു.